ഇലക്ഷന് 2 ദിവസമുള്ളപ്പോൾ അയാൾ എന്തുകൊണ്ട് തൂങ്ങി മരിച്ചു? അയാൾ സ്വയം ചെയ്താണോ, അതിൻ്റെ പിന്നെ പ്രേരണയുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. ഇവിടെ വെച്ച് മൈക്കൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ചെയ്ത് ഫേസ്ബുക്കുകളിൽ ഇടുന്നു. പക്ഷേ ഈ വീഡിയോ ആരാ ചെയ്തതെന്നുള്ളത് അതൊരു അന്വേഷണം നടത്തണം. അതുപോലെ തന്നെ ഇപ്പം ഈ വീഡിയോ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ഒരു പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഒരു കൊട്ടിത്തൂക്കം നടക്കണമെങ്കിൽ അതിനകത്ത് സംശയങ്ങളുണ്ട്. അവർ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങളും ഇവരും കുടുംബപരമായിട്ട് ഒത്തിരി ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ സൂക്ഷിച്ചായിട്ട് നമുക്കപ്പോൾ അറിയാൻ പറ്റിയല്ലോ. ഇതൊരു നിർഭാഗ്യകരമായ സംഭവമെന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഒരു കർഷകൻ ഇതുപോലെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതൊരു നിർഭാഗ്യകരം തന്നെയാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം 2 ദിവസമായി ഇപ്പം ഇവിടെ എല്ലാവരും അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. 2 ദിവസമായി ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇറങ്ങുന്നു. ആ വീഡിയോ ഇറങ്ങുന്നതിൽ CPIയുടെ പ്രാദേശികമായിട്ട് ചില നേതാക്കന്മാരെ വിമർശിക്കുന്നു. അവരെ വിമർശിച്ചതിന് ശേഷം അവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്നു. ഇങ്ങനെ ആ കുറ്റം പറയാനായിട്ട് അത് അടിസ്ഥാനരഹിതമാണ്. CPI ആയിട്ടും യാതൊരുവിധ പ്രശ്നങ്ങളും ഇദ്ദേഹത്തിനുണ്ടായിട്ടില്ല. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒറ്റയാൾ പോരാട്ടക്കാരനാണ്. പല സമയങ്ങളിൽ കളക്ടറേറ്റിന് മുമ്പിലും അതുപോലെ വൈക്കം പോലീസ് സ്റ്റേഷൻ അതുപോലെയുള്ള ഓഫീസുകളുടെയൊക്കെ മുമ്പിൽ SP ഓഫീസിലൊക്കെ ആത്മഹത്യാ ഭീഷണിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുഴക്കിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരാൾ ഇത് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്ന ഒരു 10-20 വർഷത്തിന് മുമ്പ് ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കൃഷി ആരോ നശിപ്പിച്ച്, അത് കൃഷി നശിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ അറിയത്തില്ല. അദ്ദേഹത്തിന് ആരൊക്കെ എതിരാളികളുണ്ട്, ആർക്കൊക്കെ വൈരാഗ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് പോലും അറിയത്തില്ല. അപ്പോൾ അന്ന് CPIയുടെ കുറേ പ്രാദേശിക നേതാക്കന്മാരുടെ പേരിൽ അതിൻ്റെ ആരോപണം കെട്ടിവെക്കുകയും അതിന് കേസ് നടക്കുകയും കേസ് അവസാനം അത് അടിസ്ഥാനരഹിതമാണെന്നും അതങ്ങനെ ഒരു സംഭവം CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നുള്ള തെളിവുകളൊക്കെ പുറത്തു വന്നതാണ്. അതിനുശേഷം അദ്ദേഹം യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നിൽക്കുമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു കൃഷിയുടെ തൈകൾ വിൽക്കുന്ന പരിപാടിയായിട്ട് നടക്കുമായിരുന്നു. പക്ഷേ ഈ അടുത്ത ദിവസം, അതായത് അത് കഴിഞ്ഞ് CPIയോടോ അല്ലെങ്കിൽ CPIയുടെ നേതാക്കന്മാരോടോ ഒന്നും അദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ 2 ദിവസം മുമ്പ് അദ്ദേഹം ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ വോട്ട് ചെയ്യണമെന്ന് പറയുന്നു. ആ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോ എന്നൊക്കെ പറയുന്നത് കൃത്യമായി അതിനകത്ത് ആൾക്കാർ ഇടപെട്ടുകൊണ്ട്, അതായത് ഇവിടെ വെച്ച് മൈക്കൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ചെയ്ത് ഫേസ്ബുക്കുകളിൽ ഇടുന്നു. പക്ഷേ ഈ വീഡിയോ ആരാ ചെയ്തതെന്നുള്ളത് അതൊരു അന്വേഷണം നടത്തണം. അതുപോലെ തന്നെ ഇപ്പം ഈ വീഡിയോ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ഒരു പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഒരു കൊട്ടിത്തൂക്കം നടക്കണമെങ്കിൽ അതിനകത്ത് സംശയങ്ങളുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഇവിടെ വന്ന് വയറ് കട്ട് ചെയ്ത്, ഇവിടെ പകൽ പോലെ വെട്ടമുള്ളതാണ് എല്ലാ ദിവസവും. അതെന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇന്നലെ 1:30 വരെയും ഈ ഓഫീസിൽ ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ വെട്ടത്തിൽ ഒരു ആൾ വന്ന് കയറിയാൽ കറക്റ്റായിട്ടും ഈ വഴിയെ പോകുന്നവർക്ക് കാണാം. അതിന് ആദ്യം തന്നെ ഈ വയറ് കട്ട് ചെയ്ത് ലൈറ്റ് എല്ലാം കളഞ്ഞ് അതിനുശേഷമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ആ സംഭവം ഇദ്ദേഹത്തിന് ഇങ്ങനെ കയറ് കെട്ടാനുള്ള ഒരു ഇതുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലുമേല വാക്കറയിലാണ് നടക്കുന്നത്. അപ്പം അത് കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഇവിടെ ചിലരൊക്കെ BJPയും കോൺഗ്രസും കൂടി അതായത് അവർ ഇവിടെ പരാജയപ്പെടുമെന്നുള്ള വിരളി പൂണ്ടിട്ട് എങ്ങനെയെങ്കിലും ഈ വിജയം തടസ്സപ്പെടുത്താൻ പറ്റുമോ ആലോചിച്ചുകൊണ്ട് ഇപ്പം തന്നെ അനാവശ്യമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പാർട്ടി ഓഫീസിൻ്റെ വഴിയും ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. അത് ഏറ്റവും എന്നാന്ന് വെച്ചാൽ ശവം വെച്ച്, അതായത് ഒരാളുടെ മരണം നമ്മളെല്ലാം വേദനിക്കേണ്ടതാണ്. നമ്മുടെ സ്വന്തം ആണെങ്കിലും നമ്മൾ ഈ ശവം എന്ന് പറയുന്ന ആ ശവത്തെ വെച്ചുകൊണ്ട് ഇതുപോലെ ഒരു നെറികെട്ട വോട്ടുപിടുത്തത്തിന് തുടങ്ങുന്ന ഈ ഇരു മുന്നണികളും, അതിപ്പോൾ അവർ BJPയും UDF ഒന്നായിരിക്കുക. അവർ എങ്ങനെയെങ്കിലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ വിജയം എങ്ങനെ തടസ്സപ്പെടുത്താമെന്നുള്ള ഒരു ദുഷ്ടലാക്കോടുകൂടി, അതുകൊണ്ട് ഇവർക്കൊക്കെ ഞാൻ പറയുന്ന പോലീസ് ഇത് കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ഒരു അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇതിനകത്ത് CPIക്കോ CPIയുടെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ CPIയുടെ പ്രാദേശികമായിട്ട് ഒരാൾക്കാർക്കും ഈ മക്കനുമായിട്ട് യാതൊരു വക ബന്ധങ്ങളും ഈ അടുത്ത കാലത്തല്ല വർഷങ്ങൾക്ക് ആയിട്ടും ഇത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംസാരം പോലും ഉണ്ടാകാനൊരു അവസരമില്ല. ഇപ്പോൾ ഇത് ചെയ്ത് ഞങ്ങൾക്കും സംശയമുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ പോലീസ് ഇത് കണ്ടുപിടിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
ഈ ഓഫീസിൻ്റെ പടിക്കലുള്ള ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വന്ന് ഇലക്ഷന് 2 ദിവസമുള്ളപ്പോൾ അയാൾ എന്തുകൊണ്ട് തൂങ്ങി മരിച്ചു? അയാൾ സ്വയം ചെയ്താണോ, അതിൻ്റെ പിന്നെ പ്രേരണയുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. അയാളുടെ ഫോൺ കോളുകൾ, ഈ ഒരാഴ്ചക്കാലത്തെ ഫോൺ കോളുകൾ പരിശോധിക്കണം. അയാൾക്ക് വേണ്ടി ഇറങ്ങിയ വീഡിയോ പരിശോധിക്കണം. അതാരാണ് എഡിറ്റ് ചെയ്തത് എന്നുള്ള കാര്യം പരിശോധിക്കണം. അതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം വ്യാജ പ്രചരണങ്ങളാണ് എങ്കിൽ പോലും അതേക്കുറിച്ച് അന്വേഷണം വേണം. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ വേറെ കറുത്ത കൈകളുണ്ട് എന്നാണ് ബലമായിട്ടുള്ള സംശയം. ഇവരുമായിട്ട് പിണങ്ങിപ്പോയതാണ്. ഇവർ കുടുംബങ്ങൾ തമ്മിൽ അത്ര ലോഹത്തിലല്ല. അവർ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാണ് ഇവിടെ നിന്ന് ഒരു നഴ്സറി കടുത്തുരുത്തിലിട്ടു. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് 3-4 സ്ഥലത്തിട്ട് ലാസ്റ്റ് ഇപ്പം ഇടയാഴത്ത് വെച്ചൊരു ബൈക്ക് ബാങ്കിൻ്റെ ഇട്ടിരിക്കുക. അവരിതിട്ട് അവിടെ നിന്നിട്ടുള്ള പ്രശ്നങ്ങളോ എന്താണെന്നൊന്നും നമ്മളറിയില്ല. അവർ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങൾ, ഇവർ കുടുംബപരമായിട്ട് ഒത്തിരി ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ സൂക്ഷിച്ചായിട്ട് നമുക്കിപ്പോൾ അറിയാൻ പറ്റിയല്ലോ. പുള്ളി ഇതിനു മുമ്പ് ആത്മഹത്യാ ശ്രമങ്ങൾ ഒക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളൊരു വിവരം എങ്ങനെ കിട്ടിയായിരുന്നു? അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും? ഒക്കെ ഒത്തിരി കളക്ടറേറ്റ് വഴിയൊക്കെ പുള്ളി ഒത്തിരി പരിപാടി നടത്തിയിട്ടുണ്ട്, ഒരുപടി പരിപാടി. അപ്പോൾ അത് ഒക്കെ ഇങ്ങനെ തരണം ചെയ്ത് അവരുടെ പുള്ളിക്ക് സ്വയമായിട്ട് ഇത് തന്നെ പരിപാടി ബിസിനസ്സായിരുന്നു. ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഒത്തിരി ബാധ്യതകളൊക്കെ ഉണ്ട്. നല്ല ബാധ്യതകളാണ് ഇവിടുന്ന് പോകുന്നത്. അതും ഇപ്പോൾ കൊടുക്കാനും മേടിക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി ബാധ്യത എനിക്ക് ആദ്യം നിങ്ങളുടെ തലയിൽ വെച്ചിരിക്കുക. അതുങ്ങളെന്നാലും ചെന്ന് വിളിച്ച് ഇവിടുന്ന് പോരാൻ വേണ്ടി വിളിച്ചതാണ്. ഇവിടെ വന്ന് ജീവിക്കുക, ഒന്നിച്ച് ജീവിക്കുക. എത്ര കുറേ കാലമായിട്ട് പുള്ളി അകന്ന് താമസിക്കുക? അകന്ന് തന്നെയാണ്. അപ്പോൾ പുള്ളി അകന്ന് തന്നെ താമസിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനൊന്നും പുള്ളി ഇവർ ചെന്ന് വിളിച്ചപ്പോഴും ഇവരോട് ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത്. അതോടുകൂടി പിന്നെ പുള്ളി അവിടെ ചെന്ന് ഇങ്ങനെ നഴ്സറി ഉണ്ടാക്കി അവിടെ നിന്ന് പണിത് കാര്യങ്ങൾ, പിന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. നമ്മളുമായിട്ട് അത്ര ടച്ചിലല്ല. കാര്യം എൻ്റെ സ്വന്തം ആളാണ്, അനിയത്തിയുടെ ഭർത്താവാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമുക്കതുകൊണ്ട് പിണക്കവുമില്ല ഇണക്കവുമില്ല എനിക്ക്. പിന്നെ ഇത് എന്ത് ചെയ്യണമെന്നൊക്കെ നമുക്ക് ആധികാരികമായിട്ട് തിരക്കേണ്ട കാര്യങ്ങളിലോ വലിയ അറിവുള്ള ആളാവുള്ളൂ. പിന്നെ ഈ മാതിരിയുള്ള കാര്യങ്ങളുണ്ട്. ഇവരുടെ ഫാമിലികളൊക്കെ ഇപ്പോൾ ചേട്ടൻ ഇതുപോലെ തന്നെ മരിക്കുകയാണ്. ചേട്ടൻ ഇതുപോലെ ആത്മഹത്യയായിരുന്നു. അതിവിടെയായിരുന്നു ഇവരുടെ കുടുംബത്ത്. അത് കഴിഞ്ഞ് ഇവരിങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവർ തമ്മിൽ എന്നാ പ്രശ്നം, എന്തൊക്കെയാണ് ഇവിടെ വന്ന് ഇത് ചെയ്യാൻ കാര്യം എന്നാന്ന് പോലും നമുക്കറിയാം. കാരണം ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നത്. ഇവിടെ കേസും ഇല്ലാത്ത സമയങ്ങളില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്ത വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടായിരിക്കും, അതോ രാഷ്ട്രീയപരമായ പ്രശ്നം? രാഷ്ട്രീയപരമായി ഇവർ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അങ്ങനെയുള്ളൊരു ബന്ധമുള്ളതായിട്ട് അറിവില്ല. അതാണ് വ്യക്തിപരമായിട്ട് ഇങ്ങനെ ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പച്ചക്കറി ഇട്ട് ഇവിടെ നശിപ്പിച്ചെന്നും പറഞ്ഞ് പുള്ളി ഇങ്ങനെ കേസും മുക്കാറുമായിട്ട് എപ്പോഴും നടക്കുന്ന ഒരാളാണ്. അതിപ്പോൾ എങ്ങനെ, ഏത് രീതിയിലാണ്, അതിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അതാരുമായിട്ട് നമുക്കൊരു ഇതും അറിയാൻ പറ്റുകയില്ല.